ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെബക്ക് ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഒരു ഡെഫിനേഷനും തിയറവുമാണ്. ഡെഫിനേഷൻ: എ മെഷറബിൾ ഫംഗ്ഷൻ f on E is said to vanish outside a set of finite measure provided there is a subset E0 of E for which measure of E0 less than infinity and f identically equal to 0 on E minus E0. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ f defined on E is said to be vanish outside a set of finite measure എന്നുള്ളൊരു ആശയമാണ്. ഒരു ഫംഗ്ഷൻ വാനിഷ് ഔട്ട്സൈഡ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫൈനൈറ്റ് മെഷറുള്ള അതിൻ്റെ ഡൊമൈൻ്റെ ഒരു സബ്സെറ്റിൽ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും ആ ഫംഗ്ഷൻ 0 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മീനിങ്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് എന്ന് പറഞ്ഞ് ദർ ഈസ് എ സബ്സെറ്റ് E0 of E with measure less than infinity, that is finite, and f is identically equal to 0 outside E0, that is E minus E0. It is convenient to say that a function that vanishes outside a set of finite measure has finite support and define its support to be set of all x belongs to E such that f of x not equal to 0. ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ പറയുന്നത് എ ഫംഗ്ഷൻ ദാറ്റ് വാനിഷ് ഔട്ട്സൈഡ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഹാസ് ഫൈനൈറ്റ് സപ്പോർട്ട് എന്നുള്ള രീതിയിലും കൂടി നമ്മൾ പറയുന്നുണ്ട്. അവിടെ സപ്പോർട്ട് ആയിട്ട് പറയുന്നത് ഫംഗ്ഷനെ നോൺ സീറോ ആയിട്ട് വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ. ഇപ്പം നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ നമുക്ക് E0 എന്ന് പറയുന്ന സെറ്റായിരിക്കും എഫിന് നോൺ സീറോ ആയിട്ട് വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറയുന്നത് ആ സെറ്റിനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. However, even if measure of E equal to infinity, if f is bounded and measurable on E but has finite support, we can define integral on E as integral over E f equal to integral over E0 f. അതായത് നമ്മൾ ആദ്യമേ എടുത്തിരിക്കുന്ന ഡൊമൈൻ ആയിട്ടുള്ള ഇയുടെ മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്കവിടെ ഇൻ്റഗ്രൽ വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ ഈ കേസിൽ നമുക്ക് ഇതുപോലെ ഫൈനൈറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം E0 എന്ന് പറയുന്ന ഇയുടെ സബ്സെറ്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? അത് 0 ആണ്. അതുകൊണ്ട് E0 ഒഴികെയുള്ള ഭാഗത്തെല്ലാം ഇൻ്റഗ്രേഷൻ നടക്കുമ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇൻ്റഗ്രേഷൻ 0 ആയിട്ട് പോകുന്നു. ബാക്കി E0 എന്ന് പറയുന്ന സെറ്റിനകത്ത് മാത്രമേ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ കിട്ടുന്നുള്ളൂ. അതിനാൽ തന്നെ നമുക്ക് മെഷർ ഓഫ് E ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ കൂടിയും ഇൻ്റഗ്രൽ ഓവർ E എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ E0 എഫ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. ഇവിടെ നമുക്ക് E0 ആണ് നമ്മുടെ ഫൈനൈറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഫോർ എഫ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ E, we define the integral of f over E, integral over E f equal to supremum set of all integral over E h such that h is a bounded measurable of finite support and 0 less than or equal to h less than or equal to f on E. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു f എന്ന് പറയുന്ന നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് E എന്ന് പറയുന്ന സെറ്റിൻ്റെ മുകളിലാണ്. അത്തരത്തിൽ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ E എഫ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ E എച്ച്. സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽസ് ഓവർ E എച്ച് എന്ന് പറയുന്ന, അതായത് ഇൻ്റഗ്രൽ ഓവർ E എച്ച് എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ വാല്യൂസിൻ്റെ എല്ലാം സുപ്രീമം ആയിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ E എഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന എച്ചുകൾ എന്താണ്? എച്ച് എന്ന് പറയുന്നത് ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് ആയിരിക്കണം. ഒപ്പം ഫൈനൈറ്റ് സപ്പോർട്ട്, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫൈനൈറ്റ് സപ്പോർട്ട് ആണെങ്കിൽ ഇയുടെ ഒരു സബ്സെറ്റിനകത്ത് എച്ചിൻ്റെ വാല്യൂ നോൺ സീറോ ആയിരിക്കും. ബാക്കി എല്ലാ ഭാഗത്തും, അതായത് ആ ഫൈനൈറ്റ് മെഷറുള്ള സെറ്റിൻ്റെ പുറത്തെല്ലാം എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് വാനിഷ് ചെയ്യും എന്ന് നമ്മൾ പറയുന്നു.
മാത്രവുമല്ല നമുക്കൊരു കണ്ടീഷനും കൂടിയുണ്ട്, 0 <= h <= f ഓൺ ഇയും കൂടെ ആയിരിക്കണം. അതായത് ബൗണ്ടഡ് മെഷറബിൾ ഫൈനൈറ്റ് സപ്പോർട്ടുള്ള എഫിനേക്കാളും താഴെയോ ഈക്വലോ വരുന്ന നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസുകളാണ് സത്യത്തിൽ എച്ചുകൾ. ഇത്തരത്തിലുള്ള എച്ചുകളുടെ ഇൻ്റഗ്രൽ വാല്യൂസിൻ്റെ സുപ്രീമമായിട്ടാണ് നമ്മൾ നമ്മുടെ എഫ് എന്ന് പറയുന്ന നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻ മാത്രമാണ് എഫ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എഫിനേക്കാൾ താഴെയോ ഈക്വൽ ആയിട്ട് വരുന്ന നോൺ നെഗറ്റീവ് മെഷറബിൾ ബൗണ്ടഡ് ഫൈനൈറ്റ് സപ്പോർട്ട്. അവിടെക്കാട്ടും വ്യത്യാസം എന്ത്, എഫിനേക്കാൾ താഴെ വരുന്ന നോൺ നെഗറ്റീവ് മെഷറബിൾ ആണ്, ഒപ്പം ബൗണ്ടഡും കൂടിയാണ്. ഫൈനൈറ്റ് സപ്പോർട്ടും ഉള്ള ഫങ്ഷൻസ് ആണ് എച്ച്. കാരണം ഫൈനൈറ്റ് സപ്പോർട്ടുള്ള ഫംഗ്ഷനുകളുടെ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ഇൻ്റഗ്രൽ ഓവർ ഈ എച്ചുകൾ കണ്ടുപിടിക്കുന്നു. അത്തരം ഇൻ്റഗ്രൽ വാല്യൂസിൻ്റെ സുപ്രീമമായിട്ട് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഷെബീഷെവ്സ് ഇൻഇക്വാലിറ്റി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ, then for any lambda greater than 0, measure of set of all x belongs to E such that f of x greater than or equal to lambda is less than or equal to 1 by lambda into integral over E f എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താണ് ഇവിടെയുള്ളത്? എഫ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ. സിമ്പിളി നമ്മൾ എടുത്തിരിക്കുന്നത് എഫ് എന്ന് പറയുന്ന ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇ എന്ന് പറയുന്ന ഡൊമൈനിന് മുകളിലാണ്. ഇനി ഫോർ എനി ലാംഡ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു ലാംഡ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഇൻഇക്വാലിറ്റിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫ് നോക്കാം. ഡിഫൈൻ ഇ ലാംഡ ഈക്വൽ ടു set of all x belongs to E such that f of x greater than or equal to lambda. അതായത് നമ്മൾക്ക് നമ്മുടെ ഇനീക്വാലിറ്റിയിൽ ഒരു മെഷർ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സെറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇ ലാംഡ. ഈ ലാംഡ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ. നമുക്ക് രണ്ട് കേസുകളായിട്ടാണ് നമ്മൾ ഈ ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കേസ് ഇതാണ്, മെഷർ ഓഫ് ഇ ലാംഡ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ ലാംഡയുടെ മെഷർ ഇൻഫിനിറ്റി ആകുന്ന ഒരു കേസും ഈ ലാംഡയുടെ മെഷർ ഫൈനൈറ്റ് ആകുന്ന കേസിലാണ് നമ്മൾ ഈ ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. രണ്ട് കേസ് നമ്മൾ പ്രൂവ് ചെയ്യും. ആദ്യത്തെ കേസ് മെഷർ ഓഫ് ഇ ലാംഡ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഫോർ ഈച്ച് എൻ ബിലോങ്സ് ടു എൻ വി ക്യാൻ ഡിഫൈൻ ഇ ലാംഡ എൻ ഈക്വൽ ടു ഇ ലാംഡ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് എൻ ടു എൻ. അതായത് നമുക്കിവിടെ ഇ ലാംഡ എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ ഇൻഫിനിറ്റി എടുത്ത കാരണത്താൽ ഈ ലാംഡയുടെ മെഷർ ഫൈനൈറ്റ് ഒന്നുമല്ല, അപ്പോൾ ഇൻഫിനിറ്റി ആയിട്ട് പോയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ബൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോ എന്നിനു വേണ്ടിയും ഫോർ ഓൾ എൻ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എൻ വി ക്യാൻ ഡിഫൈൻ അവർ ഇ ലാംഡ എൻ. ഈ ലാംഡ എൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കയ്യിലുള്ള ഇ ലാംഡ എന്ന് പറയുന്ന സെറ്റിനെ മൈനസ് എൻ ടു എന്നിലാണ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് എന്നും പ്ലസ് എന്നും ഇതിനെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ആയിട്ട് ഈ സെറ്റിന് നിൽക്കും. ദാറ്റ് മീൻസ് ദിസ് സെറ്റ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ ബൗണ്ടഡ് ആയിട്ടൊരു സെറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇ ലാംഡ എൻ ഈക്വൽ ടു ഇ ലാംഡ ഇൻ്റർസെക്ഷൻ മൈനസ് എൻ ടു എൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നു. ദിസ് ഈസ് ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇ ലാംഡ 1 ഇ ലാംഡ 2 കിട്ടിക്കൊണ്ടേയിരിക്കും. അത്തരത്തിൽ നമുക്ക് ഇ ലാംഡ എന്നുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ സൈ എൻ, എ ന്യൂ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. സൈ എൻ ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ എൻ. സൈ എൻ ഈസ് ഡിഫൈൻഡ് ഓൺ ഇ. അതായത് നമ്മൾ സൈ എൻ ഡിഫൈൻ ചെയ്യുന്നത് ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ മുകളിലാണ്. സൈ എൻ്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ എൻ ഓഫ് എക്സ്. അപ്പോൾ അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ നമ്മളുടെ സൈ എൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വാല്യൂ കിട്ടുക നോക്കാം. സൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇഫ് യുവർ എക്സ് ബിലോങ്സ് ടു ഇ ലാംഡ എൻ. കാരണം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ഇ ലാംഡ എന്നിൻ്റെ വാല്യൂ 1 വരുന്നത് എക്സ് ബിലോങ്സ് ടു ആ സെറ്റിനകത്ത് വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ലാംഡ ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ ലാംഡ കിട്ടുന്നു.
ഇനി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ വാല്യൂ ഈ സെറ്റിന് പുറത്താക്കുമ്പോൾ എന്ത് സംഭവിക്കും? 0 കിട്ടും. സോ ലാംഡ ഇൻറ്റു 0 ഈക്വൽ ടു 0. സോ സൈൻ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇഫ് യുവർ എക്സ് ബിലോങ്സ് ടു ഇ ലാംഡ എൻ ആൻഡ് 0 അതർവൈസ്. ഇപ്പോൾ നമുക്ക് അറിയാം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആയിട്ടാണ് ആക്ച്വലി നമ്മുടെ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇരിക്കുന്നത്. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ മെഷറബിൾ ആണ്. അതിനാൽ തന്നെ അവർ സൈൻ ഈസ് മെഷറബിൾ. implies psi n is a bounded measurable function with finite support e lambda n. കാരണം എന്താണ്? psi n എന്ന് പറയുന്നത് e lambda n നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ വാല്യൂസ് നിൽക്കുന്നത്. കാരണം e lambda n ൽ മാത്രമാണ് അതിന് ലാംഡ എന്ന് പറയുന്ന വാല്യൂ നിൽക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും അത് വാനിഷ് ആകുകയാണ്, 0 ആയിട്ട് പോവുകയാണ്. അത് e lambda n ന്റെ പ്രത്യേകത അതൊരു ഫൈനൈറ്റ് മെഷർ ഉള്ള സെറ്റാണ്. കാരണം എന്താ? ഈ ലാംഡ n ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലാംഡ ഇന്റർസെക്ഷൻ ക്ലോസ് ഇന്റർവൽ -n to n ആണ്. അപ്പോൾ നമുക്ക് psi1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ലാംഡ 1 എടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അത് എഴുതും. നമുക്കൊരു ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റ് ഈ ലാംഡ 1 കിട്ടും. ആ സെറ്റിനകത്ത് മാത്രം psi1 എന്ന് പറയുന്ന ഫംഗ്ഷന് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. നോൺ നെഗറ്റീവ് അല്ല, നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ബാക്കി എല്ലായിടത്തും psi1 എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആയിട്ട് പോകും. ഇനി അടുത്ത് നമുക്ക് n ഈക്വൽ ടു 2 എടുത്തു കഴിഞ്ഞാൽ psi2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പുറത്ത് ഈ ലാംഡ 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. psi2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ലാംഡ 2 എന്ന് പറയുന്ന ഫംഗ്ഷനിലെ എന്ന് പറയുന്ന സെറ്റിനകത്ത് മാത്രം എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. ബാക്കി എല്ലായിടത്തും വാനിഷ് ചെയ്ത് പോകും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന psi n എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും നമുക്ക് ലാംഡയാണ് വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബൗണ്ടഡ് ആണ്, പിന്നെ അത് മെഷറബിൾ ആണ്, ഒപ്പം അതിന് ഫൈനൈറ്റ് സപ്പോർട്ട് വിത്ത് എന്ത് ഈ ലാംഡ n ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള psi n-കൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ഈ ലാംഡ n ആണ്. ദെൻ ഇന്റഗ്രൽ ഓവർ ഈ psi n ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ n. കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്താ വേണ്ടത്? ഇന്റഗ്രൽ ഓവർ ഈ psi n എന്ന് പറയുന്നത് ആക്ച്വലി ഇന്റഗ്രൽ ഓവർ ഈ ലാംഡ n എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ? ബാക്കിയെല്ലാ ഈ ലാംഡ n ഒഴിച്ചുള്ള ബാക്കി എല്ലായിടത്തും psi ന്റെ വാല്യൂ 0 ആയിട്ട് പോകുന്നു. അതിനാൽ തന്നെ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഈ ലാംഡ n psi n എന്ന് തന്നെ പറയാം. അവിടെ നമുക്ക് എന്താ വരിക? നമുക്ക് വരുന്നത് ലാംഡ ഇൻറ്റു കൈ ഈ ലാംഡ n എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഈ ലാംഡ n 1 എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് മീൻസ് അവർ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ n എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇന്റഗ്രൽ ഓവർ ഈ psi ന്റെ വാല്യൂ കിട്ടുന്നു. മാത്രവുമല്ല നമുക്ക് psi n എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലാംഡയാണ് അതിനകത്ത് വരുന്ന വാല്യൂസ്, പിന്നെന്താണ്? 0 ആണ് വരുന്നത്. നമുക്കൊരു കാര്യം നോക്കാം. നമ്മൾ ഈ ലാംഡ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ലാംഡയേക്കാൾ വലുതോ ഈക്വലോ വരുന്ന എക്സുകളുടെ കളക്ഷനാണ് ഈ ലാംഡ. ഈ ലാംഡയിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന ഈ ലാംഡ എന്നും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലാംഡ n എന്ന് പറയുന്നത് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ഈ ലാംഡ. ഇൻ ഈ ലാംഡ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്, ഫങ്ഷണൽ വാല്യൂ ഓഫ് എഫ്, ഓരോ പോയിന്റിലെയും ഫങ്ഷണൽ വാല്യൂ ഓഫ് എക്സ് എന്തായിരിക്കും? ഫങ്ഷണൽ വാല്യൂ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഈ ലാംഡ എന്നിലെ psi n-ന്റെ വില എന്താണ്? അത് ലാംഡയാണ്. അതിന് പുറത്തെല്ലാം psi ന്റെ വില എന്താണ്? 0 ആണ്. പക്ഷെ എഫ് ഓഫ് എക്സിന്റെ വില ലാംഡയേക്കാൾ മുകളിൽ വരുന്ന കേസുകളാണ് ഈ ലാംഡ n. ബാക്കി എല്ലായിടത്തും എന്ത് തന്നെയായാലും നോൺ നെഗറ്റീവ് ആണ്, എന്തായാലും 0-നെക്കാട്ടും വലുതാണ്. അതിനാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ ലാംഡ n-ൽ നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വില psi n-നെക്കാട്ടും വലുതോ ഈക്വൽ ആണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗത്തും psi ന്റെ വില 0 ആണ്, എഫ് ഓഫ് എക്സിന്റെ വില നോൺ നെഗറ്റീവ് ആണ്. അതിനാൽ തന്നെ ഓവർ ഇയിൽ നമുക്ക് psi n എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് വി ഗെറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ ഫോർ ഓൾ n. ഓരോ psi n നമുക്ക് ഈ ഇനീക്വാലിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ അസംഷൻ പ്രകാരം നമുക്ക് മെഷർ ഓഫ് ഈ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അങ്ങനെയെങ്കിൽ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡയും ഇൻഫിനിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ഈ ലാംഡ n. കാരണം ഈ ലാംഡ n ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലാംഡയെ നമ്മൾ
ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് n to n വെച്ച് ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴാണ്. വെൻ n ഗോയിങ് ടു ഇൻഫിനിറ്റി അവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഗോയിങ് ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇൻ്റർസെക്റ്റിംഗ് വിത്ത് ഇ ലാംഡ മീൻസ് വിച്ച് ഈസ് ഗോയിങ് ടു അവർ ഇ ലാംഡ. അപ്പോൾ നമുക്ക് ഇ ലാംഡയെ നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മെഷർ ഓഫ് ഇ ലാംഡയെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ഇ ലാംഡ n എന്ന് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ അകത്തേക്ക് എടുക്കുന്നു, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ n. നമുക്കറിയാം ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ n എന്താണ്, അത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഓവർ ഇ സൈ n ആണ്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ സൈ n. ഇനി നമുക്കറിയാം എന്ത് സൈ n എന്താ, സൈ n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. സൈ n എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരുന്നു, നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സുപ്രീമം ഓവർ ഇൻ്റഗ്രൽ ഓവർ എച്ച് ഈസ് എ ബൗണ്ടഡ് മെഷറബിൾ ആൻഡ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് വിത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ. അത്തരത്തിലുള്ള ഇൻ്റഗ്രൽ വാല്യൂസിൻ്റെ സുപ്രീമം ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇവിടെ നമുക്ക് സൈ n എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. സൈ n ബൗണ്ടഡ് ആണ്, മെഷറബിൾ ആണ്, വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന എച്ചിൻ്റെ എല്ലാ കണ്ടീഷൻസും ഇവിടെ സൈ n സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എങ്കിൽ സൈ ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൈ n ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ എന്ത് തന്നെയായാലും സൈനുകളെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് കീപ്പ് ചെയ്യുന്നതിനാൽ നമുക്ക് എഫിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ആ സുപ്രീമം ഓഫ് എ സെറ്റ്, ആ സെറ്റിനകത്ത് ഈ പറയുന്ന സൈ ൻ്റെ ഇൻ്റഗ്രൽ വാല്യൂസ് മുഴുവൻ ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ സുപ്രീമമാണ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എങ്കിൽ ഏതൊരു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ സൈ നെക്കാട്ടും വലുതോ ഈക്വലോ ആയിരിക്കും നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. സോ വി ഗെറ്റ് റിസൾട്ട് ദാറ്റ് ഈസ്, ഇപ്പം നമുക്ക് കിട്ടിയത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടൊന്ന് എഴുതി വെക്കാം. ഇൻഫിനിറ്റി ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റിയേക്കാൾ വലുതോ ഈക്വലാണ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇവിടെ എന്താണ്, ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് വി ഗെറ്റ് മെഷർ ഓഫ് ഇ ലാംഡ ബിക്കം 1 ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി എന്താണ് ഈ ലാംഡ, ദാറ്റ് ഈസ് മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 1 ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇനീക്വാലിറ്റി. ഇത് ആദ്യത്തെ കേസാണ്, മെഷർ ഓഫ് ഇ ലാംഡ ഇൻഫിനിറ്റി ആകുന്ന കേസ്. നെക്സ്റ്റ് വി അസ്യൂം ദാറ്റ് മെഷർ ഓഫ് ഇ ലാംഡ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ കേസിൽ നമ്മൾ ഡിഫൈൻ എച്ച് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ. ദെൻ അവർ എച്ച് ഈസ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ഇ ലാംഡ. കാരണം എന്താണ്, ഈ ലാംഡയിൽ മാത്രമാണ് അതിന് ലാംഡ എന്ന് പറയുന്ന വാല്യൂ വരുന്നത്, ബാക്കി എല്ലാ സ്ഥലത്തും എച്ച് വാനിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ എച്ച് ഹാസ് ഫൈനൈറ്റ് സപ്പോർട്ട്. എച്ചിന് കിട്ടാവുന്ന വാല്യൂ ഒന്നുകിൽ ലാംഡ അല്ലെങ്കിൽ 0, അതുകൊണ്ട് വിച്ച് ഈസ് ബൗണ്ടഡ് ആൻഡ് വി നോ ദാറ്റ് വിച്ച് ഈസ് ദ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, ഹെൻസ് ഇറ്റ് ഈസ് മെഷറബിൾ. സോ അവർ എച്ച് ഈസ് എ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓൺ ഇ ആൻഡ് വിച്ച് ഈസ് a bounded measurable function with a finite support E lambda. And we have our 0 less than or equal to h less than or equal to f. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലാംഡയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആയിരിക്കും. ഈ ലാംഡയിൽ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും, അത് ലാംഡ ആയിരിക്കും. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈ ലാംഡയിൽ എച്ച് ഓഫ് എക്സിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. ഇനി ഈ ലാംഡയ്ക്ക് പുറത്ത് എച്ചിൻ്റെ വാല്യൂ 0 ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ലാംഡയ്ക്ക് പുറത്ത് എച്ച് ഓഫ് എക്സ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ ജനറലി വി ഗെറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ. നൗ ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ഈക്വൽ ടു വി നോ ദാറ്റ് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ. കാരണം എന്താണ്, നമുക്കത് ഫൈനൈറ്റ് സപ്പോർട്ട് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻ്റഗ്രൽ ഓവർ ഇ ലാംഡ എച്ച് ആയിരിക്കും. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡയാണ്. സോ വി ഗെറ്റ് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ. ഓൾസോ ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. കാരണം എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്.
ബൈ ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടിനൊക്കെ രണ്ടാമത്തെ റിസൾട്ട് പ്രകാരം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കിട്ടുന്നു. ഇപ്പം നമുക്ക് ഈ രണ്ട് റിസൾട്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് മെഷർ ഓഫ് ഈ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്. ദാറ്റ് ഈസ് അവർ measure of set of all x belongs to E such that f of x greater than or equal to lambda less than or equal to 1 by lambda into integral over E f എന്ന് കിട്ടുന്നു. അതായത് രണ്ടാമത്തെ കേസായിട്ടുള്ള മെഷർ ഓഫ് ഇ ലാംഡ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിലും നമ്മൾ ഈ പറഞ്ഞ ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്തു. ഇപ്പോൾ രണ്ട് കേസിലും നമുക്ക് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇനീക്വാലിറ്റി. താങ്ക് യു.